വാക്യം വായിച്ച് അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാൻ താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ഗോഡ്. നമുക്ക് 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. 2 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. മതി. സ്തോത്രം. അപ്പോസ്തലനായ പത്രോസ് എഴുതുന്ന 2 ലേഖനങ്ങളിലുമായി താൻ എഴുതുന്ന അല്ലെങ്കിൽ ആ ലേഖനം എന്തിനു വേണ്ടി എഴുതുന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിപ്പനിടയായി. സ്തോത്രം. അല്ലെ, ജനത്തെ ഒരുക്കിയെടുത്ത് അവരെ ആത്മീയ പക്വതയിൽ നിർത്തേണ്ടതിന്, ചിതറിപ്പാർക്കുന്ന ക്രിസ്ത്യാനികളെ, പീഡനത്തിൽ കൂടി കടന്നു പോകുന്ന ക്രിസ്ത്യാനികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പത്രോസ് എഴുതിയ ലേഖനങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം. കാരണം ഈ വിശ്വാസികളൊക്കെ ഒത്തിരി കഷ്ടതയിൽ കൂടി പോയതാ, ഒത്തിരി പീഡനത്തിൽ കൂടി പോയതാ, ഒത്തിരി പേഴ്സിക്യൂഷനുകൾ അനുഭവിച്ചതാ, ഒത്തിരി വീഴ്ചകൾ കണ്ടതാ, തകർച്ചകൾ കണ്ടതാ, വേദനകൾ കണ്ടതാ. പക്ഷേ അവരെ ക്രിസ്തുവിൽ ധൈര്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. അതിനകത്ത് പൗലോസ് തുടക്കം കുറിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്: രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അപ്പോൾ ഈ ലേഖനം താൻ എഴുതുന്നത് വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നതാണ്. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു, പത്രോസിന്റെ ലേഖനത്തിൽ വിലയേറിയത് എന്ന് പറഞ്ഞ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിപ്പനിടയായി. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 2 ആഴ്ചക്ക് മുന്നേ നമ്മൾ ചിന്തിച്ചത് യേശു വിലയേറിയവനായ യേശു എന്തുകൊണ്ട് യേശു ജീവിതത്തിൽ വിലയേറിയതായി എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിപ്പനിടയായി. ജീസസ് ഈസ് പ്രേഷ്യസ്. എന്തുകൊണ്ടാണ് യേശു വിലയേറിയതായി തീർന്നത്? അതിനോടുള്ള ബന്ധത്തിൽ പത്രോസ് പല ഭാഗങ്ങളിലും വിലയേറിയ വിശ്വാസം, വിലയേറിയ പരിശോധന, വിലയേറിയ രക്തം, വിലയേറിയ വാഗ്ദത്തം ഇത്യാദി കാര്യങ്ങളെല്ലാം പല ഭാഗങ്ങളിലായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഞാൻ ഒത്തിരി പോകുന്നില്ല, എങ്കിലും സ്തോത്രം, ഇതിൽ നിന്നുകൊണ്ട് വിലയേറിയ വിശ്വാസം എന്നൊരു ഭാഗം മാത്രം ഞാൻ അല്പമായി ചിന്തിക്കാൻ താല്പര്യപ്പെടുക. ഇവിടെ പത്രോസ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് ലഭിച്ച വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതൊരു ഓർഡിനറി ഫെയ്ത്തിനെ കുറിച്ചല്ല പത്രോസ് പറയുന്നത്. ഓക്കെ, ഇത് അവിടെ ഒരു ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അത് വായിച്ച ഇംഗ്ലീഷിൽ പ്രഷ്യസ് ഫെയ്ത്ത്. പ്രഷ്യസ് ഫെയ്ത്ത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ആ പ്രഷ്യസ്, വിലയേറിയത് എന്ന വസ്തുതയെക്കുറിച്ച് ചിന്തിപ്പനിടയായി. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പത്രോസ് പറയുന്നു, ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസം എന്ന് പറയുന്നത് എങ്ങനെയുള്ള വിശ്വാസ? വിലയേറിയ വിശ്വാസമാ. വിലയേറിയ വിശ്വാസമാ. അപ്പൊ എന്തുകൊണ്ടാണ് വിശ്വാസം വിലയേറിയതാകുന്നത്? നമ്മൾ ഏതെങ്കിലും ഒരു അഡ്ജക്റ്റീവ് അതിനെ പിന്നെ ചേർക്കണമെങ്കിൽ അതിനൊരു കാരണമുണ്ട്. യേശു വിലയേറിയത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചു. ഇവിടെ പത്രോസ് അതേ ലേഖനത്തിൽ ഉപയോഗിക്കുകയാണ്. ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഓർഡിനറി ഫെയ്ത്ത് അല്ല, ഇറ്റ്സ് എ പ്രഷ്യസ് ഫെയ്ത്ത് ആണ്. ഇതൊരു വിലയേറിയ വിശ്വാസമാണ്. കാരണം ഇത് നമുക്ക് ലഭിച്ചത് ചുമ്മാതെ ലഭിക്കുന്നതല്ല. വിശ്വാസത്തിനൊരു വിലയുണ്ട്. നമ്മളെല്ലാം സ്തോത്രം ക്രിസ്തുവിൻ്റെ എങ്ങനെ വിശ്വാസം ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വന്നേ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8ഉം 9ഉം വാക്യം ഒന്ന് വായിച്ചേ. എങ്ങനെയാണ് നമുക്കിത് ലഭിക്കുന്നത്? വിശ്വാസം മൂലം. അപ്പൊ രക്ഷിക്കപ്പെടുന്നതിന് മുഖാന്തരമായ ഒരു വിശ്വാസത്തെ കണ്ടുകൊണ്ട് പത്രോസ് പറയാ, ഇത് വിലയേറിയ ഒരു വിശ്വാസമാണ്. അല്ലേ? സ്തോത്രം. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് ഞങ്ങൾക്ക്, അവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ, നമുക്ക് ലഭിച്ചതുപോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഇത് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണേ, ഈ ലഭിക്കുന്നതിന് നമ്മൾ അച്ചീവ് ചെയ്യുന്നതുകൊണ്ട് ലഭിക്കുന്നതുകൊണ്ട്, നാം നേടുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നതുകൊണ്ട്. സ്തോത്രം. നേടുന്നത് വേറെ, ലഭിക്കുന്നത് വേറെ. ഇവിടെ വിശ്വാസം അവരുടെ എഫേർട്ട് കൊണ്ട്, അവരുടെ പുണ്യപ്രവർത്തി കൊണ്ട്, അവരുടെ കഴിവ് കൊണ്ട് നേടിയെടുത്തെന്നല്ല പറഞ്ഞേ. ഇത് ക്രിസ്തുവിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് ചെയ്തതാ? ലഭിച്ചതാണ്. ലഭിച്ച വിശ്വാസം. അതാണ് പത്രോസ് ഇവിടെ. ആ വിശ്വാസത്തെക്കുറിച്ച് പലപ്പോഴും നമ്മുടെ പ്രശ്നം, ഈ ലഭിക്കുന്നതിന് പലതിനും നമ്മൾ വില കൊടുക്കാറില്ല.
അല്ലേ? ലഭിക്കുന്നതിന് വലിയ മൂല്യം കൊടുക്കാറില്ല പലപ്പോഴും. നമ്മൾ വില കൊടുക്കുന്നത് നമ്മൾ എഫേർട്ട് എടുത്ത് അച്ചീവ് ചെയ്യുന്നതിനെയാണ്. അപ്പൊ ഇവിടെ പത്രോസ് പറയുന്നത് തിരിച്ചാ, ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസമാ വിലയേറിയത്. അപ്പോ ലഭിച്ചതിന് വാല്യൂ കൊടുക്കുക, ലഭിച്ചത് വിലയുള്ളതായി കാണുക. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ ഓർപ്പിച്ചു, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് അത് വാല്യുബിൾ ആണ്, അത് വിലയേറിയതാ. സ്തോത്രം. അപ്പോ ഇവിടെ പത്രോസ് പറയാ, ഞങ്ങൾക്ക് ആ ലഭിച്ച വിശ്വാസം എന്ന് അവിടെ പറയും. വിശ്വാസത്തെ നമ്മൾ അതുകൊണ്ട് വില കുറച്ച് കാണുകയല്ല, നമുക്ക് ലഭിച്ച വിശ്വാസം വിലയേറിയതാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ വിലയുള്ളതായി കാണുന്ന പോലെ ഇവിടെ ഈ വിശ്വാസത്തിനൊരു വിലയുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസത്തിന് വിലയുണ്ട്. ഈ ഫെയ്ത്ത്, നമുക്ക് അതിന്റെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഫെയ്ത്ത് അല്ലെങ്കിൽ ബിലീവ്, എന്തോ അവിടെ കൊടുത്തിരിക്കുന്നത് precious faith അല്ലേ? ഫെയ്ത്ത്. ഓക്കെ, വിശ്വാസം. ഈ വിശ്വാസത്തിന് രണ്ട് തലങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ട് ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് അതിൻ്റെ ഡോക്ട്രിനൽ ആസ്പെക്ട്സ് ഉണ്ട്, രണ്ടത്തെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. ഞാൻ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാം. എന്താണ് ഡോക്ട്രിനൽ ആസ്പെക്ട്സ്, എന്താണ് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ്? വിശ്വാസത്തിൻ്റെ ഡോക്ട്രിനൽ ആസ്പെക്റ്റ് ആണ് നമ്മളിവിടെ എല്ലാവരും വിശ്വാസികളാണ് അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ വിശ്വാസികളായേ? ക്രിസ്തുവിൽ വിശ്വസിച്ചു. വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് ഡോക്ട്രിനൽ ഫെയ്ത്ത് ആണ് രക്ഷിക്കപ്പെടുന്നതിന് ആവശ്യമായ വിശ്വാസം. രക്ഷിക്കപ്പെടുന്നതിന് ആവശ്യമായ വിശ്വാസം, അതാണ് പ്രായോഗിക അല്ലെങ്കിൽ രക്ഷയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള, രക്ഷയ്ക്ക് ആധാരമായിട്ടുള്ള വിശ്വാസം. ഓക്കെ, അത് അത്രയും പറഞ്ഞ് ഞാൻ നിർത്തിയ ഒറ്റ കാര്യം മനസ്സിലായല്ലോ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വിശ്വസിച്ചവരാ അല്ലേ? എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാ. അപ്പൊ നിങ്ങൾക്ക് രക്ഷയ്ക്ക് എന്ത് ആവശ്യമായിരുന്നു? വിശ്വാസം. നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ടല്ലേ രക്ഷിക്കപ്പെട്ടെ? യേശുവിൽ വിശ്വസിച്ചുകൊണ്ടല്ലേ രക്ഷിക്കപ്പെട്ടെ? അതാണ് രക്ഷയ്ക്ക് ആധാരമായ ഫെയ്ത്ത്. എന്നാൽ അടുത്ത മണ്ഡലത്തിലേക്ക് വരിക, പ്രായോഗിക തലത്തിലുള്ളതായ പ്രാക്ടിക്കൽ ഏരിയയിലുള്ളതായ വിശ്വാസം. അപ്പോൾ ഇവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഈ വിശ്വാസം എന്ന് പറയുന്നത് രക്ഷയ്ക്ക് ആധാരമായിട്ടുള്ള ഡോക്ട്രിനൽ ഫെയ്ത്ത്, ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസം. അതിനെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ രക്ഷിക്കപ്പെടുവാൻ ആധാരമായിട്ടുള്ള വിശ്വാസമുണ്ട്. അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരുവന്റെ ജീവിതം പിന്നെ മുന്നോട്ട് പോകുന്നത് വിശ്വാസത്താല. മനസ്സിലായോ? പിന്നെ മുന്നോട്ട് പോകുന്നത് വിശ്വാസത്താല. അതാണ് അബ്രഹാമിന്റെ ജീവിതം. അബ്രഹാം ഇറങ്ങിത്തിരിച്ചത് 12-ാം അധ്യായത്തിൽ എഴുതുമ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, ആ കർത്താവിൽ അവൻ വിശ്വസിച്ചിട്ടാണ് ഇറങ്ങിത്തിരിച്ചത്. പക്ഷെ ഇറങ്ങിത്തിരിച്ച പത്രോസിന്റെ മുന്നോട്ടുള്ള ചുവടുകൾ മുഴുവനും വിശ്വാസത്തല. അത് രക്ഷയ്ക്കാധാരമായ വിശ്വാസമല്ല, ദൈവത്തെ അറിയുന്നതിനുള്ള വിശ്വാസമല്ല, തൻ്റെ ജീവിതത്തിൽ വലിയ ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രായോഗിക വിശ്വാസം. ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്തോത്രം, രക്ഷിക്കപ്പെടുന്നതിന് ആവശ്യമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും രക്ഷിക്കപ്പെട്ടവ. പക്ഷേ ആ യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് രക്ഷയുള്ള ബന്ധത്തിൽ പറയുന്നത്. ആ വിശ്വാസത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യം പറയാം. റോമർക്ക് ലേഖനം 10-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ വരുമ്പോൾ ആ രക്ഷയ്ക്ക് ആധാരമായ വിശ്വാസത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അതാണ് രക്ഷയ്ക്ക് ആധാരമായ വിശ്വാസം. ഒന്നുകൂടെ ഒരു വാക്യം കൂടെ പറയാം. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹ പ്രമാണിയോട് ഒരു കാര്യം പറഞ്ഞു. 16 അപ്പോസ്തല പ്രവൃത്തി 16:31. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഏത് വിശ്വാസമാ? ഡോക്ട്രിനൽ ഫെയ്ത്ത്, രക്ഷയ്ക്ക് ആധാരമായ വിശ്വാസമാണ്. കർത്താവായ യേശു ക്രിസ്തു നിക്കോദിമസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 3-ാം അധ്യായത്തിലേക്ക് യോഹന്നാൻ സ്തോത്രം എന്താ പറഞ്ഞിരിക്കുന്നത്? നിത്യജീവനെ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? അല്ല, നീ വിശ്വസിച്ചാൽ നിത്യജീവനെ പ്രാപിക്കാനുള്ള വിശ്വാസം, നിത്യജീവൻ പ്രാപിക്കാനുള്ള വിശ്വാസം. അപ്പോ നമ്മളിവിടെ ചിന്തിച്ചതെല്ലാം ഇതെല്ലാം രക്ഷയ്ക്ക് ആധാരമായിട്ടുള്ള വിശ്വാസമാണ്. എന്നാൽ ഇനി അടുത്ത മണ്ഡലമുണ്ട് ജീവിതത്തിന് ആധാരമായുള്ള വിശ്വാസം. ഒരുവൻ രക്ഷിക്കപ്പെട്ട ശേഷം, ക്രിസ്തുവിൽ വിശ്വസിച്ച ശേഷം അവൻ്റെ മുന്നോട്ടുള്ള ജീവിതം എന്തായിരിക്കണം? വിശ്വാസത്താലായിരിക്കണം. യേശു ശിഷ്യന്മാരോട് പല ആവർത്തി പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചവരല്ലേ അവര്?
വിശ്വസിച്ചിട്ടല്ലേ ഇറങ്ങി തിരിച്ചേ. പിന്നെ വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ് പ്രായോഗിക തലത്തിലുള്ളതായ വിശ്വാസം. ഈ വിശ്വാസത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കടുകും മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മനസ്സിലായോ? അപ്പോ ഈ കടുകുമണിയോളമുള്ള വിശ്വാസം എന്ന് പറയുന്നത് രക്ഷയ്ക്ക് ആധാരമായ വിശ്വാസത്തെ കുറിച്ചല്ല പറഞ്ഞേ. പ്രായോഗികമായി കർത്താവിന് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അപ്പോ ദൈവപ്രവൃത്തി ഇവിടെ പറഞ്ഞിരിക്കുന്നു, അല്ലയോ സ്തോത്രം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. റോമർക്ക് ലേഖനം മർക്കോസിന്റെ ലേഖനം 16-17 വാക്യം വായിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടത്തുന്നത്, രോഗസൗഖ്യം നടക്കുന്നത് ഈ വിശ്വാസത്താല, വിടുതലുകൾ നടക്കുന്നത് ഈ വിശ്വാസത്താല, ഭൂതങ്ങൾ പോകുന്നത് ഈ വിശ്വാസത്താല. ഇതെല്ലാം നമ്മുടെ പ്രായോഗികമായ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസമാണ് പ്രായോഗിക തലത്തിലുള്ള വിശ്വാസം. 16-17 മുതൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, അപ്പൊ ഇതെല്ലാം ജീവിതത്തിലുള്ള ബന്ധത്തിലുള്ള വിശ്വാസത്തെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് ഈ വിശ്വാസമാണ്, രോഗം സൗഖ്യമാക്കുന്നത് ഈ വിശ്വാസമാണ്, ബന്ധനങ്ങൾ അഴിയുന്നത് ഈ വിശ്വാസമാണ്, ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഈ വിശ്വാസമാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചല്ലോ, ഇറങ്ങിത്തിരിക്കാൻ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസമല്ല റോമർക്ക് ലേഖനം 4-ാം അധ്യായം 17 മുതൽ പത്രോസ് അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ റോമർക്ക് ലേഖനം 4-17 മുതൽ പറഞ്ഞിരിക്കുന്ന ഒരു വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വായിച്ചേ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടി, ദൈവം അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെക്കുമെന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവനെ അത് വിശ്വസിച്ചു. നിന്റെ സന്തതി ഇവണ്ണം ആകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. മനസ്സിലായോ? ഇതാണ് വിശ്വാസം, ഇതാണ് പ്രായോഗിക വിശ്വാസം. അസാധ്യതകളെ മുന്നിൽ കിടക്കുമ്പോൾ, പ്രതികൂലം കാണാൻ കഴിയാത്ത അസാധ്യമായ കാര്യങ്ങളെ മുന്നിൽ കിടക്കുമ്പോൾ, തടസ്സങ്ങൾ മുന്നിൽ കിടക്കുമ്പോൾ, രോഗം മുന്നിൽ കിടക്കുമ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന, അതിനെ ഓവർകം ചെയ്യാൻ കഴിയുന്ന ഒരു വിശ്വാസം. ഈ വിശ്വാസത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ ഓർപ്പിച്ചു, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വിശ്വസിച്ചവരാണ്. പക്ഷേ എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് എത്രയും വിശ്വാസമുണ്ടെന്ന്? രക്ഷിക്കപ്പെട്ട വിശ്വാസമല്ല ഞാൻ ചോദിക്കുന്നേ. ഒരു വിടുതൽ, ഇവിടെ ഇന്നൊരു അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? ഹല്ലേലൂയ. നീ മുന്നേ അഭിമുഖീകരിക്കുന്ന പ്രശ്നം നിസാരമായി മാറുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? നീ കടന്നു പോകുന്ന പ്രതിസന്ധി ഐസ് മല പോലെ ഉരുകി മാറുമെന്ന് പറഞ്ഞാൽ എത്ര പേര് അത് വിശ്വസിക്കും? ഹല്ലേലൂയ. ഇവിടെയാണ് വിശ്വാസം. ഇവിടെ അബ്രഹാമിനെ കുറിച്ച് ചിന്തിച്ചേ. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവൻ സാറയുടെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും തനിക്ക് 100 വയസ്സായിച്ചിട്ടും ദൈവം മുന്നമേ പറഞ്ഞൊരു വാഗ്ദത്തം ആശയ്ക്ക് വിരോധമായി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം, വിശ്വസിക്കാൻ മെഡിക്കലി, ലോജിക്കലി, ബയോളജിക്കലി യാതൊരു സാധ്യതയില്ല. അബ്സല്യൂട്ട്ലി ഇംപോസിബിൾ. പക്ഷേ എന്റെ ദൈവത്താൽ കഴിയുമെന്ന് അവൻ വിശ്വസിച്ചു. ഇന്ന് പകൽക്കാരൊരു ദൂതായി ഞാൻ വിളിച്ചു പറയാം, ഏതെങ്കിലും വിഷയം മുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വിശ്വസിച്ചേ. പ്രതികൂലമാ, സാധ്യതയില്ല, മുന്നേ കാണാൻ വഴിയില്ല, പ്രതീക്ഷ എല്ലാം പോയി നിൽക്കുക. ബിലീവ് ഇറ്റ്. ഇന്ന് പകൽക്കാലം ഈ വിശ്വാസമാ ദൈവസഭയ്ക്ക് ആവശ്യം. ഈ വിശ്വസിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുന്നത്, ഈ വിശ്വാസത്തില രോഗം മാറുന്നത്, ഈ വിശ്വാസത്തില പ്രതിസന്ധികൾ അഴിയുന്നത്. This is a faith. ഇതാണ് അബ്രഹാമിന്റെ വിശ്വാസം.
ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഇന്ന് പകൽക്കാലം അല്ല ദൈവസഭ അങ്ങനെ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാകണം. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന കുടുംബങ്ങളോട് ഞാൻ പറയാം, നിന്റെ മുന്നിലൊരു വെല്ലുവിളിയുണ്ട്, നിന്റെ മുന്നിലൊരു ചോദ്യചിഹ്നമുണ്ട്. നീ ഇന്നും ചോദിക്കുന്ന ചില വിഷയമുണ്ട്. പലപ്പോഴും നടക്കാതിരിക്കുന്നത് എന്താണെന്നറിയാമോ? മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ ശക്തി കുറഞ്ഞിട്ടില്ല, പ്രവർത്തിക്കാൻ കഴിയാവുന്ന ദൈവത്തിന്റെ അത്ഭുതം കുറഞ്ഞിട്ടല്ല, രോഗസൗഖ്യം കുറഞ്ഞിട്ടല്ല, അല്ല അത്ഭുതങ്ങൾ നിന്നുപോയിട്ടല്ല. പിന്നെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മുടെ വിശ്വാസത്തിന്റെ കുറവല്ലേ? ഇന്ന് പകൽക്കാലം ഒന്ന് വിശ്വസിക്കാമോ? ചുമ്മാ ലോജിക്ക് വെക്കല്ലേ, റീസൺ ചെയ്യല്ലേ, ദൈവപ്രവർത്തിക്ക് റീസൺ ചെയ്യല്ലേ. ദൈവപ്രവർത്തിക്ക് റീസൺ ചെയ്താൽ നിന്റെ ജീവിതത്തിൽ നീ കാണത്തില്ല. എന്നാൽ ദൈവപ്രവർത്തിക്ക് റീസൺ ചെയ്യാതെ ഹല്ലേലൂയ അബ്രഹാമിനെ പോലെ വിശ്വസിക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ നീ കണ്ടിട്ടില്ലാത്ത അത്ഭുതം, നിനക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത മേഖലകളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവ പ്രവൃത്തി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടിക്കോ. എല്ലാവരും വിശ്വസിക്കാൻ പറയുന്നില്ല. നിന്റെ മുന്നിൽ ഒരു വെല്ലുവിളി ഉണ്ടോ? നിന്റെ മുന്നിൽ ഒരു പ്രശ്നമുണ്ടോ? നിന്റെ മുന്നിൽ അസാധ്യതകളുടെ അല്ലെങ്കിൽ സാധ്യതകൾ മുന്നിൽ കാണുന്നു. ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാക. ഒരു തലമുറ ഇല്ലാതിരിക്കെ ബഹുജാതികൾക്ക് പിതാവായെന്നുള്ള പേരുണ്ടല്ലോ, അബ്രഹാം വിശ്വസിച്ചു. ബഹുജാതികൾക്ക് പിതാവാകുമെന്നുള്ള ലേബല് അബ്രഹാം വിശ്വാസത്താൽ ഏറ്റെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് വിശ്വാസത്തിന്റെ ഒരു പടകം. എബ്രായ ബാലന്മാരെ തീച്ചുള്ളിയുടെ നേരത്തെ അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആമേൻ. അതാ വിശ്വാസം. നമുക്ക് പലപ്പോഴും വിശ്വാസത്തിന്റെ വാക്ക് പറയാൻ ഭയങ്കര മടിയാ. ഹല്ലേലൂയ. നമ്മുടെ അവിശ്വാസമാണ് നമ്മെ പലപ്പോഴും ഇതിന് പുറകോട്ട് വലിക്കുന്നത്. ദൈവമക്കളെ വിശ്വാസം പറയണം, വിശ്വാസ ക്ലെയിം ചെയ്യണം. ആമേൻ. ഞാൻ പറഞ്ഞ രക്ഷിക്കപ്പെട്ട വിശ്വാസത്തെ കുറിച്ചല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. നിന്റെ പ്രായോഗിക തലത്തിൽ ചിലത് കാണണോ? നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില അത്ഭുതം കാണണോ? ചില ദൈവപ്രവൃത്തി സഭയ്ക്കകത്തോ നിന്റെ കുടുംബത്തിനകത്തോ നടക്കണോ? ഹല്ലേലൂയ. വിശ്വസിക്കാൻ അബ്രഹാമിനെ പോലെ, എബ്രായ ബാലന്മാരെ പോലെ വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. ഹർത്തരാജന ഓ ഇന്ന് പകൽ ഇതിനകത്ത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ പ്രോസ്പെരിറ്റി അല്ല പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. വിശ്വാസത്താലുള്ള ദൈവപ്രവൃത്തിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ദൈവമക്കൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇത് നമ്മുടെ അവകാശമാണ്. ആമേൻ. നമ്മൾ രക്ഷിക്കപ്പെടുക. കർത്താവ് അതാ പറഞ്ഞത്, വിശ്വസിക്കുന്നവരാൽ എന്ത് സംഭവിക്കുന്നത്? ഈ അടയാളങ്ങൾ അപ്പൊ ഇത് ഉണ്ടല്ലോ, ഇത് നമുക്കുള്ള അല്ലേ? ഹല്ലേലൂയ. ഈ രോഗസൗഖ്യം നമുക്കുള്ള അല്ലേ? ഈ വിടുതൽ നമുക്ക് വേണ്ട അല്ലേ? ഈ ഹാനികരമായ പ്രശ്നം വന്നാലും വിടുതൽ നമുക്കുള്ള അല്ലേ? വീഴ്ച വന്നാലും രക്ഷപ്പെടൽ നമുക്കുള്ളതല്ലേ? ഇതാണ് വിശ്വാസം. ഈ വിശ്വാസത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. അതാ ആ വിശ്വാസമാണ് എബ്രായ ബാലന്മാരുടെ വിശ്വാസം. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടാലും ഞങ്ങളെ വിടിവിപ്പാൻ കഴിയുന്നൊരു ദൈവം ഉണ്ട്. ആമേൻ. ആ വിശ്വാസം കണ്ടോ? ഞങ്ങളെ വിടിവിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ അതിനോട് ബന്ധം പറയാനുണ്ട്. ശ്രദ്ധിച്ചോ. അപ്പോ ഈ വിശ്വാസത്തിന് ഏറ്റക്കുറച്ചിലുണ്ട്. ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് എൻ്റെ വിശ്വാസത്തെക്കാൾ 10 മടങ്ങ് വിശ്വാസം കാണും. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അലക്സിനുള്ള വിശ്വാസമായിരിക്കത്തില്ല ജോഷുവയ്ക്കുള്ള വിശ്വാസം. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ സേവിങ് ഫെയ്ത്ത്, ഐ എം ടോക്കിംഗ് ദ പ്രാക്ടിക്കൽ ഫെയ്ത്ത്. പറഞ്ഞില്ലയോ? വിശ്വസിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ കാണുന്നത് അതിന് ഏറ്റക്കുറച്ച്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവ് ഈ വിശ്വാസത്തെ അതിൻ്റെ പല ഗണങ്ങളിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുള്ളതാ. സ്തോത്രം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് കണ്ട്, നിന്റെ വലിയ വിശ്വാസം
സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്. നിന്റെ വിശ്വാസം എന്താ? അത് മനസ്സിലായോ? ആ വിശ്വാസത്തിന്റെ പ്രത്യേകത. സ്ത്രീയെ നിന്റെ യേശുവിനുള്ള വിശ്വാസത്തെ കുറിച്ചല്ല പറയുന്നത്. അവൾക്കറിയാം ഈ യേശുവിൽ വിശ്വസിച്ചാൽ ചിലത് സംഭവിക്കുമെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ ഇത് വലിയൊരു വിശ്വാസമാണ്. സ്തോത്രം. അല്പവിശ്വാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വർദ്ധിക്കുന്ന വിശ്വാസത്തെ കുറിച്ചുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പല വിശ്വാസമുണ്ട്. അപ്പോൾ ഈ വിശ്വാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ രക്ഷയുടെ വിശ്വാസത്തെക്കുറിച്ചാ പത്രോസ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയുക ഈ വിശ്വാസം വിലയേറിയത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു പോകാം. എന്തുകൊണ്ടാണ് ഈ വിശ്വാസം വിലയേറിയതാകുന്നത്? ഞാൻ കഴിഞ്ഞാൽ പറഞ്ഞു, ഏത് വസ്തുതയുടെയും പിന്നിൽ നിങ്ങൾ കൊടുക്കുന്ന വിലയാണ് അതിനെ വിലയുള്ളതായി മാറ്റുന്നത്. ഈ വിശ്വാസം വിലയുള്ളതായി മാറിയത് ഇതിന്റെ പിന്നിൽ കർത്താവ് കൊടുത്ത വിലയാ. ഹലോ, നമ്മൾ വിശ്വസിക്കാൻ മുഖാന്തരമായതിന് പിന്നിൽ കർത്താവ് ഒരു വില കൊടുത്തു കാൽവരി ക്രൂശിൽ. അതുകൊണ്ടാണ് ഈ വിശ്വാസം വിലയേറിയതാ മാറിയത്. അത് രക്ഷയ്ക്കാധാരമായ വിശ്വാസം. ഇനി പ്രായോഗിക തലത്തിലേക്ക് വരട്ടെ. നമ്മുടെ ചില വിശ്വാസമാണ് വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത്. സ്തോത്രം. മത്തായി 18-ാം അധ്യായത്തിന് 8-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഒരു ശതാധിപനെ നമുക്ക് കാണാൻ കഴിയും. ഒരു ശതാധിപനെ, അവന്റെ യേശുവിന്റെ അരികിലേക്ക് വന്നപ്പോൾ അവൻ പറഞ്ഞൊരു വിശ്വാസത്തിന്റെ വാക്കുണ്ട്. ചുമ്മാതെ പറയല്ല. അവൻ പറഞ്ഞൊരു കർത്താവിനോട് പറഞ്ഞു, കർത്താവേ നീ വീട്ടിലൊന്നും വരണ്ട, നീ വീട്ടിലൊന്നും വരണ്ട, നീ ഇവിടെ നിന്നുകൊണ്ട് ഇതാ ഫെയ്ത്ത്, ഇതാ ഫെയ്ത്ത്. കാരണം മനസ്സിലായോ? ആ ഫെയ്ത്തിന് വ്യത്യാസം. ഇവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ച, അത് യേശുവിനുള്ള വിശ്വാസമല്ല, യേശുവിന്റെ വാക്കിൽ ഒരു അത്ഭുതം നടക്കുമെന്നുള്ള വിശ്വാസമാണ്. യേശു പറഞ്ഞാൽ ഒരു വിടുതൽ നടക്കുമെന്നുള്ള വിശ്വാസം. ഈ വിശ്വാസം നമുക്ക് ആവശ്യം. ഇന്ന് പകൽക്കാലം യേശു ആ സദവൻ പറഞ്ഞത്, നീ ഇവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് എവിടെ സംഭവിക്കുന്ന, വീട്ടിൽ കിടക്കുന്ന, ദൂരെ കിടക്കുന്ന, 7 മൈൽ ദൂരെ കിടക്കുന്ന എൻ്റെ ശതാധിപന് നീ ഇവിടെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ ഒരു വിടുതൽ സംഭവിക്കും. വിടുതൽ സംഭവിക്കും. ഇന്ന് പകൽക്കാലം ഈ വിശ്വാസം അകത്ത് വേണം. ഹല്ലേലൂയ. കാരണം വിശ്വാസത്തിന്റെ പ്രവൃത്തിക്ക് അതിർവരമ്പുകളില്ല. ഹല്ലേലൂയ. അതിർവരമ്പ് ഇടാൻ ആർക്കും പറ്റത്തില്ല. ഇവിടെ അങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റുള്ള ജാതികൾ പോകുന്ന പോലെ ദേവന്റെ മുന്നിൽ ചെന്നെങ്കിലേ വിടുതൽ കാണത്തുള്ളൂ. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനല്ല. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ വിദൂരയിൽ അത്ഭുതം നടക്കും. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ലോകത്തിന്റെ ആകമാനം അത്ഭുതം നടക്കും. ഇവിടെ ഇരുന്ന് വിശ്വസിച്ചാൽ ദേശത്തിന്റെ ശക്തികളെ ഇളക്കാൻ കഴിയും. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ ഏത് പ്രതികൂല മണ്ഡലങ്ങളെയും നിരത്താൻ കഴിയും. ഇതാണ് വിശ്വാസം. വിശ്വാസം കണ്ടോ? ഈ ഒരു വിശ്വാസം വരണം. ഈ വിശ്വാസം വരണം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തില് അതിന് 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ 4 പേര് ചേർന്ന് ഒരു പക്ഷപാത രോഗിയെ ചുമന്നുകൊണ്ട് വരിക. നമുക്ക് ആ സംഭവം അറിയാം. പക്ഷപാത രോഗിയെ ചുമന്നുകൊണ്ട് വരിക. അപ്പോ ഈ 4 പേര്, അപ്പൊ യേശു അവിടെ പറയുന്നുണ്ട്, അവരുടെ വിശ്വാസം ആരുടെ? കിടക്കുന്നവന്റെ അല്ല, കൊണ്ടുവന്നവന്റെ വിശ്വാസം. അപ്പൊ ഇവന്റെ വിശ്വാസം എന്തായിരുന്നു? വിശ്വാസത്തിന് പിന്നിൽ കൊടുക്കുന്ന വില ഓർത്തോണം. ഈ പുരുഷാരെ കണ്ടിട്ട് വാതിക്കെ അകത്തോട്ട് കയറാൻ കഴിയാത്തത് കൊണ്ട് ഏതായാലും ഇവിടം വരെ വന്നു, ഇനി മുന്നോട്ട് കയറാൻ പറ്റത്തില്ല, ഇവിടെ വെച്ചിട്ട് വാന്ന് തീരുമാനിച്ചില്ല. അവരുടെ ഉള്ളിൽ അതിനുവേണ്ടി വില കൊടുക്കാൻ തയ്യാറായി. അവർ എന്തു വിശ്വസിച്ചോ അതിന് വില കൊടുക്കാൻ തയ്യാറായി. എന്ത് വിശ്വസിച്ചോ അതിന് വില കൊടുക്കാൻ അവർ മുന്നോട്ടിറങ്ങി. അവിടെ കാണാൻ കഴിയുന്ന സംഭവം അറിയാമോ? സ്തോത്രം. പുരുഷാർ അവിടെ നിന്നിട്ടും അവർ പേരയുടെ മേക്കൂര കയറി ആ കിടക്കുന്നവനെ ഈ 4 പേര് ചേർന്ന്, അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി മർമ്മങ്ങളുണ്ട്. ഒന്ന്, ഇവരുടെ ഐക്യതയാണ്. ഐക്യത. ദൈവസഭയ്ക്കകത്തൊരു വിടുതൽ നടക്കണമെങ്കിൽ there should be a unity. ഒരൈക്യതയില്ലാതെ ദൈവപ്രവൃത്തി നടക്കത്തില്ല. ഞാൻ തുറന്നു പറയാം. ദൈവസഭയ്ക്കകത്ത് വിടുതൽ നടക്കണോ, ഒരൈക്യത വരണം. എവിടെയെങ്കിലും ഭിന്നിപ്പുണ്ടെങ്കിൽ നടക്കത്തില്ല. ഈ 4 പേര് ചേർന്ന് വരുമ്പോൾ അവർ ഒരേ മൈൻഡോടാണ് വരുന്നേ, ഒരേ വിശ്വാസത്തോടെ വരുന്നേ. സ്തോത്രം. അവർക്ക് അവിടെ ഏറ്റക്കുറച്ച്, എൻ്റെ ചിന്തയിൽ ഇവർ ഏറെക്കുറെ ഒരേ ഹൈറ്റുകാരൊക്കെ ആയിരിക്കും അല്ലേ? ചിന്തിച്ചു നോക്കിയാൽ ഇല്ലെങ്കിലുള്ള സ്ഥിതി. ഞാനും നിബിനും കൂടെ പൊക്കിയെടുത്തോണ്ട് പോയാൽ എങ്ങനെ ഇരിക്കും? കിടക്കുന്നവൻ താഴെ വീഴും. മനസ്സിലായോ? അപ്പോൾ ഇവർ ഒരേ
ആറ്റിറ്റ്യൂഡ്, ഒരേ മൈൻഡ്. ഞാൻ പറഞ്ഞത് അവരുടെ യൂണിറ്റിയാണ്. ഒന്ന്, അവർക്കൊരു യൂണിറ്റി ഉണ്ടായിരുന്നു. രണ്ട്, അവർക്കൊരു ഫെയ്ത്ത് ഉണ്ടായിരുന്നു. ഒരേ വിശ്വാസം. വിശ്വസിച്ചോണ്ടാ അവരെന്താ വിശ്വസിച്ചേ? എന്തോ വിശ്വാസം എടുത്തോണ്ട് പോയേ? കങ്ങ് കിടക്കുന്നവനെ ഒരു കട്ടിൽ കയറ്റി കിടത്തി ഈ 4 പേര് പൊക്കിയെടുത്ത് പോകുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ചിന്ത എന്താ? അവന് അപ്പോൾ ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്യുക? ചുമക്കാം, പിന്നെ തിരിച്ച് ചുമക്കേണ്ട വരത്തില്ല. മനസ്സിലായോ? തിരിച്ച് ചുമക്കത്തില്ലെന്ന് ഉള്ളിൽ നിശ്ചയിച്ചുകൊണ്ടാണ് അവർ പൊക്കിയെടുത്തോണ്ട് പോയേ. ഇന്ന് പകലെ എത്ര പേര് അങ്ങനെ വന്നിട്ടുണ്ട്? എത്ര പേര് അങ്ങനെ വന്നിട്ടുണ്ട്? തിരിച്ചു പോകുമ്പോൾ ഞാൻ വന്നതുപോലെ അല്ല, ഒരു ദൈവപ്രവൃത്തി. ഓ ആമേൻ, ഹല്ലേലൂയ. ഒരു ദൈവപ്രവൃത്തി കണ്ടേ ഞാൻ പോകുന്നു, ഇറങ്ങിയിരിക്കണം. വീട്ടിൽ നിന്ന് പോരുമ്പോഴേ അല്ലല്ലേ ചുമ്മാതെ പുസ്തകം എടുത്ത് കക്ഷത്ത് വെച്ചോണ്ട് വരരുത്. പിന്നെയോ ഇറങ്ങുമ്പോൾ പുരുഷതയുടെ ഞാൻ ആത്മാവിനെ നിറവിലെ മടങ്ങി വരത്തോളൂ, ഞാൻ പുതു ശക്തി പ്രാപിച്ചേ മടങ്ങി വരത്തോളൂ, എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിച്ചേ ഞാൻ വരത്തോളൂ. വിശ്വസിക്കണം. ആ ഒരു ഡിറ്റർമിനേഷൻ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. സോ ഒരു ഫെയ്ത്ത് ഉണ്ടായിരുന്നു, ഒരു തീരുമാനമുണ്ടായിരുന്നു, ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു. അതാ അവർ വിടുതല്. സ്തോത്രം. അപ്പോ അങ്ങനെ വന്ന അവരുടെ വിശ്വാസം, ഇത് പ്രായോഗിക വിശ്വാസമാണ്. വേഗത്തിൽ മുന്നോട്ട് പോകുക. അതുപോലെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച മറ്റൊരു വ്യക്തിയാ രക്തസ്രാവക്കാരിയായ സ്ത്രീ. മനസ്സിലായോ? അവള് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ തടസ്സം ഉണ്ടെന്നാണ്. വില കൊടുക്കുക. പുരുഷാരും മുറ്റം നിൽക്കുക, ആരും അവളെ തൊടാൻ അനുവദിക്കുന്നില്ല, അകത്തോട്ട് കയറാൻ പറ്റില്ല. പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് അത്രയും സ്വാതന്ത്ര്യമില്ലാത്ത കാലം. പക്ഷേ പുരുഷാരത്തെ ഒക്കെ അവൾക്കറിയാം അവൾ എന്താ വിശ്വസിച്ച. അവള് വിശ്വസിച്ച ഒറ്റ കാര്യമുണ്ട്, ഇത്രയും ദീർഘവർഷം അവൾ ചികിത്സിച്ചിട്ട് സൗഖ്യം വന്നിട്ടില്ല. അവളുടെ മുതൽ മുഴുവനും പോയി. പക്ഷെ അകത്തളത്തിൽ അന്നാ കേട്ടത് ഒരു യേശുവിനെ കുറിച്ച്. ഈ കേട്ട യേശുവിന് സൗഖ്യമാക്കാൻ കഴിയുമെന്ന് അവൾ വിശ്വസിച്ചു. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം സ്തോത്രം അവളുടെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ പോവുക, ഇന്ന് പുറപ്പെടുക. ഞാൻ പോയി ആ യേശുവിനെ, അവള് ചെന്ന് കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ അരികെ പോയി പ്രാർത്ഥിക്കണം. എൻ്റെ ചിന്ത പറയുക, ഒരുപക്ഷെ യേശുവിൻ്റെ അരികെ ചെന്ന് യേശുവെ എനിക്ക് ഇങ്ങനെ പ്രശ്നം, എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ എന്ന് മറ്റുള്ളവരൊക്കെ പറഞ്ഞ് യേശു സൗഖ്യമാക്കിയല്ലോ, അതുപോലെ ഒന്ന് പറയാൻ വേണ്ടി ആയിരിക്കാം അവൾ ഇറങ്ങിയത്. പക്ഷെ അവിടെ വന്നപ്പോഴാ സാഹചര്യമെല്ലാം മാറി, പുരുഷാരമെല്ലാം ചുറ്റും നിൽക്കുക, യേശു തിങ്ങി പോകുക. ഒരു വിധത്തിൽ യേശുവിന്റെ അരികെ ചെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അവളുടെ ഉള്ളിൽ മറ്റൊരു വിശ്വാസം കയറി, എന്നെ ഇനി പറഞ്ഞില്ലേലും സാരമില്ല, യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടാൽ അതിൽ കൂടെ വിടുതൽ സംഭവിക്കുമെന്ന് അവളുടെ വിശ്വാസം അകത്തോട്ട് കയറി. മനസ്സിലായോ? സ്തോത്രം. പ്രതികൂലം കണ്ടിട്ട് മടക്കി വെക്കുന്നതല്ല വിശ്വാസം. തടസ്സം വരുമ്പോൾ മൈൻഡ് അപ്പ് ചെയ്യുന്നതല്ല വിശ്വാസം. അല്ല സ്തോത്രം. നടക്കാതെ വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നതല്ല പ്രാർത്ഥന. ഹല്ലേലൂയ. ചിലത് അസാധ്യതകൾ കാണുമ്പോൾ അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടുന്നതല്ല വിശ്വാസം. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസം എന്ന് പറയുന്നത് മുന്നോട്ട് പോകുന്നതാ ഇവിടെ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് ഇത് വിലയേറിയ വിശ്വാസമായി മാറുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ പത്രോസ് പറയുന്നു വിശ്വാസം വിലയേറിയത്. ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ച വിശ്വാസം, രക്ഷയ്ക്കാധാരമായ വിശ്വാസം, നിത്യജീവൻ ആധാരമായ വിശ്വാസം, ആ വിശ്വാസം വലുതാ. അതുകൊണ്ട് പൗലോസ് ലേഖനങ്ങളിൽ ഓർപ്പിക്കുമ്പോൾ പറയുന്നു, നിന്റെ ഭാഗോട് പറയുന്ന നിർത്താം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട്, നിങ്ങൾക്ക് ലഭിച്ച വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കണം. വായിച്ചേ 1 കൊരിന്ത്യർക്ക് ലേഖനം 16:13. വിശ്വാസത്തിൽ നിലനിൽക്കണം. വേഗത്തിൽ പറഞ്ഞ് നിർത്തുക. 1, വിശ്വാസം നിലനിൽക്കണം. 2, ആ വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പോരാടണം. 1 തിമോഥെയോസ് 6:2. അല്ലേ? അവിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. 3, നിന്റെ വിശ്വാസം കാക്കണം. 2 തിമോഥെയോസ് 4:7. വിശ്വാസം കാത്തു. നിങ്ങൾക്ക് ലഭിച്ച വിലയേറിയ വിശ്വാസം ഉണ്ടല്ലോ, നിത്യജീവൻ ആധാരമായ വിശ്വാസമുണ്ടല്ലോ, രക്ഷയ്ക്ക് ആധാരമായ വിശ്വാസമുണ്ടല്ലോ. സാഹചര്യങ്ങൾ വരുമ്പോൾ പുറകോട്ട് മാറാനുള്ളതല്ല. 1, അതിൽ നിലനിൽക്കണം. 2, എന്ത് വില കൊടുത്തും അതിനുവേണ്ടി പോരാടണം. സ്തോത്രം. ചുമ്മാ അത് വില കൊടുക്കാതെ വിശ്വസിക്കരുത്. 3, ഹല്ലേലൂയ, ആ വിശ്വാസം കാക്കണം. ഇന്ന് പകൽക്കാല ദൈവമക്കളെ, ഈ വിശ്വാസം, 1 പ്രായോഗിക ദ ഡോക്ട്രിനൽ ഫെയ്ത്ത്, 2 ദ പ്രാക്ടിക്കൽ ഫെയ്ത്ത്. ഇത് രണ്ടും ഒരു ദൈവസഭയ്ക്ക് ആവശ്യമാണ്.
ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആ സഭ പൂർണ്ണമാണേ. ആമേൻ. ഇന്ന് പകൽക്കാലം വെറുതെ വിശ്വസിച്ചുകൊണ്ട് മാത്രം നിർത്തല്ലേ, കർത്താവിൻ്റെ രക്ഷിതായി സ്വീകരിച്ചുകൊണ്ട് മാത്രം നിർത്തല്ലേ. അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കയറിക്കേ, വിശ്വാസത്തിൻ്റെ അടുത്തൊരു ലെവലിലേക്ക് ഒന്ന് വന്നേ. ചിലതിനെയൊക്കെ കണ്ടിട്ടൊന്ന് പറയാൻ തുടങ്ങിക്കേ, വിശ്വാസത്തോടെ കണ്ണുകളൊന്ന് അടച്ചേ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, നിങ്ങളുടെ മുന്നിൽ അബ്രഹാം പറഞ്ഞതുപോലെ എന്തെങ്കിലും അസാധ്യതകൾ മുന്നിലുണ്ടെങ്കിൽ ഇന്ന് വിശ്വാസത്താൽ അതൊന്ന് കണ്ടേ, ഒന്ന് കണ്ടേ, എന്നിട്ട് പറ, ഞാനത് വിശ്വസിക്കുന്നു. അല്ല, ആ വിശ്വാസത്തിന്റെ ആഴം ഒന്ന് വർദ്ധിക്കണം. നമുക്ക് വേണ്ടി ജീവൻ നൽകിയ ഒരു കർത്താവുണ്ട്, നമ്മെ രക്ഷിച്ചൊരു കർത്താവുണ്ട്. ആ കർത്താവുള്ള വിശ്വാസം ഈ കാലഘട്ടങ്ങളിൽ വിടുവിക്കാൻ മതിയായ, സൗഖ്യമാക്കാൻ വഴിയായ, ഹല്ലേലൂയ, ഏത് പ്രതികൂലങ്ങളെയും തരണം ചെയ്യാൻ മതിയായ, ഇന്ന് പകൽക്കാലം ഏത് വിഷയത്തിന്റെ മുന്നിൽ നീ അടിപ്പതറി നിൽക്കുന്നോ അതിനെ അതിജീവിക്കാൻ കഴിയുന്നൊരു വിശ്വാസത്തിലേക്ക് വരുക. അത് നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുന്നതാ, നിന്റെ തലമുറയെ വിശ്വാസം നിർത്താൻ കഴിയുന്നതാ, ഏത് പ്രതികൂലത്തെ മാറ്റാൻ കഴിയുന്നതാ. ഈ വിശ്വാസത്തിൽ നാൾക്ക് നാൾ മുന്നേറി വരുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ആമേൻ. ഹല്ലേലൂയ.